ജയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ജോസ് പെരുമ്പള്ളിക്കുന്നിൽ സ്ഥാനമേറ്റു. വൈസ് പ്രസിഡന്റായിരുന്ന സാബു ജോൺ രാജിവെച്ച ഒഴിവിലേക്കാണ് ജോസ് തോമസ് പെരുമ്പള്ളിക്കുന്നിലിനെ തെരഞ്ഞെടുത്തത്. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ജോസ് പെരുമ്പള്ളിക്കുന്നിൽ സ്ഥാനമേറ്റു. വൈസ് പ്രസിഡന്റായിരുന്ന സാബു ജോൺ രാജിവെച്ച ഒഴിവിലേക്കാണ് ജോസ് തോമസ് പെരുമ്പള്ളിക്കുന്നിൽ തെരഞ്ഞെടുത്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധ്യക്ഷ, ഉപാധ്യക്ഷ പദവികൾ വഹിക്കുന്ന കോൺഗ്രസിന്റെ ബൂത്ത്, മണ്ഡലം, ബ്ലോക്ക് പ്രസിഡന്റുമാർ പാർട്ടി ഭാരവാഹിത്വം ഒഴിയണമെന്ന് KPCC നിർദ്ദേശം നൽകിയിരുന്നു. ഈ മാർഗനിർദ്ദേശം പാലിച്ചാണ് സംഘടനാ രംഗത്ത് സജീവമായി തുടരുന്നതിനായി സ്ഥാനമേറ്റ് 6 മാസം തികയുന്നതിന് മുമ്പ് സാബു ജോൺ രാജിവെച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഇല്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പ് നടപടികൾ കൂടാതെ തന്നെ ജോസ് പെരുമ്പള്ളിക്കുന്നിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. സ്ഥാനമൊഴിഞ്ഞ മുൻ വൈസ് പ്രസിഡന്റ് സാബു ജോൺ ജോസ് തോമസ് പെരുമ്പള്ളിക്കുന്നിലിന്റെ പേര് നിർദ്ദേശിക്കുകയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി ജോളി പിന്താങ്ങുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ RDO VE അബ്ബാസ് വരണാധികാരിയായി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജോസ് പെരുമ്പള്ളിക്കുന്നിൽ എന്ന ഞാൻ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം മൂലം സ്ഥാപിതമായ ഭാരതീയ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭാരതത്തിന്റെ ഭരണാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും നിഷ്പക്ഷതയോടെയും ഭയമോ പ്രീതിയോ വിദ്വേഷമോ ഇല്ലാതെയും നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നടന്ന സ്വീകരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നെജി ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. ആവൂര് ഡിവിഷനിൽ നിന്നുള്ള അംഗമായ ജോസ് പെരുമ്പള്ളിക്കുന്നിൽ 2010-2015 കാലയളവിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ 2 തവണ മഞ്ഞളൂർ പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. DCC ജനറൽ സെക്രട്ടറിയാണ്. നാടിന്റെ വികസനത്തിനായി കക്ഷി രാഷ്ട്രീയത്തിന് അധീനമായി പ്രവർത്തിക്കുമെന്ന് ജോസ് പെരുമ്പള്ളിക്കുന്നിൽ പറഞ്ഞു. എല്ലാവരും ഒരുമിച്ച് നിന്ന് എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുള്ള മണ്ഡലം പ്രസിഡന്റുമാരോട് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഭാരവാഹികൾ എത്തിയിട്ടുണ്ട്, ബ്ലോക്ക് ഭാരവാഹികൾ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും ഒരുമിച്ച് നിന്ന് നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഈ ഭരണം UDFന്റെ ഭരണ സമയത്ത് നമുക്ക് എത്രത്തോളം നമുക്ക് ഫണ്ടുകൾ സമാഹരിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാവോ അത്രമാത്രം പ്രവർത്തിക്കാൻ എല്ലാവരും ഒരു മനസ്സായി നിൽക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്ന ദിവസം ഞാൻ വിനിയോഗിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.